ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇതിലുള്ള പങ്കിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കുന്നതാണ് ഇന്നലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ കാണാൻ പോയ സംഘത്തിൽപ്പെട്ടവർ തന്നെ ഇപ്പോൾ പറയുകയാണ്, കേരള നേതാക്കൾക്ക് അതിൽ പങ്കില്ല ഈ സന്ദർശനം തരപ്പെടുത്തിയതിൽ. പിന്നെ ഏത് നേതാക്കന്മാർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വമെന്ന് വ്യക്തമാക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തരപ്പെടുത്തിയ അനുസരിച്ചാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ 2 പ്രാവശ്യം ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി പോയതെന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം നേരിടുന്ന ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാവ് ആൻ്റോ ആൻ്റണി MP 2 കോടി രൂപ വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അത് വാങ്ങിയവരും കൊടുത്തവരും സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കേണ്ടത് ഈ 2 കോടി രൂപയെ സംബന്ധിച്ചിടത്തോളമുള്ള പിന്നെ കണക്കും ഏത് നിലയ്ക്കാണ് ഈ കാശ് വാങ്ങിയത്, അതിൽ കോൺഗ്രസ് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യം വാങ്ങിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ചെറിയ സാമ്പത്തിക തിരിമറികൾ ഉള്ളപ്പോൾ പോലും ചില മാധ്യമങ്ങളൊക്കെ അത് വലിയ സംഭവമാക്കി ചിത്രീകരിച്ച് ഇടതുപക്ഷത്തിനെതിരായിട്ട് എങ്ങനെ, അല്ലെങ്കിൽ CPMനെതിരായിട്ട് എങ്ങനെ അത് വളച്ചൊടിച്ച് വിടാം എന്ന് സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 2 കോടി എന്നൊക്കെ പറയുമ്പോൾ ഒരു മുണ്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് അങ്ങേറ്റ ഗൗരവമുള്ള വിഷയമാണ്. പൊതുപ്രവർത്തകർ പുലർത്തേണ്ട സുതാര്യതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഇത്തരം നിലപാടിൽ കോൺഗ്രസിൻ്റെ ക്രിമിനൽ മുഖമാണ് തുറന്നു കാട്ടപ്പെടുന്നത്. (2019) ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി NM രാജുവിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. MP തന്നെ ഇത് ഭാഗികമായി സമ്മതിച്ചിട്ടുണ്ട്. ഈ പണം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കണം. ഇത് ചെറിയ രൂപയൊന്നുമല്ല, വലിയ തുകയാണ് വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് മുഖ്യമന്ത്രി 110 സീറ്റ് കിട്ടുമെന്ന് ഞങ്ങൾ മന്ത്രിമാരെല്ലാം പ്രഖ്യാപിച്ചതിനെ തമാശ രൂപത്തിലെടുത്ത് കളിയാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. 110 കിലോമീറ്റർ ദൂരത്തിൽ ഓടുമെന്നൊക്കെ പറഞ്ഞ്, തിരിച്ചോടുമെന്നൊക്കെ പറഞ്ഞ് തരപ്പെടുത്തിയിരിക്കുകയാണ്. അത് പ്രതിപക്ഷ നേതാവിൻ്റെ വെറും സ്വപ്നം മാത്രമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് 110 സീറ്റ് പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 110 സീറ്റ് പിടിക്കും. അതിനൊന്നും പുറകോട്ട് തിരിഞ്ഞ് ഓടേണ്ട ഇതുവരെ പിണറായി വിജയൻ വന്നിട്ടില്ല. ഇനി അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പങ്ക് ഓരോന്നായി പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രിക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള തരംതാണ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സ്ഥലകാല ബോധത്തെക്കുറിച്ച് വേണുഗോപാൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. മറിച്ച് കോൺഗ്രസിൻ്റെ സമന്വയ നേതാക്കളെ സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സന്ദർശിച്ചതെന്ന കാര്യത്തിൽ മറുപടി പറയാനുള്ള ബാധ്യത വേണുഗോപാലിനുണ്ട്. സോണിയാഗാന്ധി, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുമായിട്ടും ആ കുടുംബമായിട്ടും നല്ല ബന്ധമുള്ള വേണുഗോപാൽ അതിനെ സംബന്ധിച്ചിടത്തോളം
ഇതുവരെ ഒരു അക്ഷരവും കാര്യമായി പ്രതികരിച്ച് കണ്ടിട്ടില്ല. സോണിയാഗാന്ധിയെ സന്ദർശിക്കാൻ സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിക്ക് ആരാണ് അവസരമൊരുക്കിയത്? ഇപ്പോൾ അദ്ദേഹം കേസിലെ പ്രതി പറയുന്നു കേരള നേതാക്കന്മാരില്ല എന്ന് ഒഴുക്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാൽ അറിയാതെ ഇത്തരം കൂടിക്കാഴ്ചകൾ നടക്കുമോ?